Watch India's largest kids library only on Jio Hotstar. Download the app now. ഒരു ദാബ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ദാബയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഭക്ഷണം കിട്ടുന്നതായിരിക്കും. ഫോണിൽ വിളിച്ചൊന്ന് ഓർഡർ ചെയ്താൽ മതി. ഉടൻ തന്നെ ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾ ചിങ്ങം സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മനോഹരമായ കൈകൾ കൊണ്ട് ഞങ്ങളുടെ ഈ ദാബ ഉദ്ഘാടനം ചെയ്യൂ. വരൂ ചിങ്ങം സാറേ. വേണ്ട വേണ്ട വേണ്ട, പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ വരുന്നില്ല. ഉദ്ഘാടന ചടങ്ങ് ഞാൻ നടത്തില്ല, ഒരിക്കലും നടത്തില്ല. ചിങ്കം സാർ, ഈ പുർപുരി നഗറിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ലേ? അതെ, ഞാൻ തന്നെയാണ്. എന്നാൽ നിങ്ങൾ വേണം ഞങ്ങളുടെ ധാബ ഉദ്ഘാടനം ചെയ്യാൻ. അല്ലെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ പുർപുരി നഗറിൽ ഒട്ടും തന്നെ റെസ്പെക്റ്റഡ് അല്ല എന്ന്. എന്റെ അമ്മോ, ഞാനിപ്പോ ഒരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ. ശരി, കത്തിരി തന്നോളൂ. ഉദ്ഘാടന ചടങ്ങ് ചെയ്യാൻ ഞാനിപ്പോ തയ്യാറായി. ചിങ്കം സാർ, ഒറ്റ സെക്കൻഡ്, ഇപ്പൊ വന്നു. തവി നല്ലപോലെ ചൂടായല്ലോ, പക്ഷേ ശരിക്കും തീ അങ്ങോട്ട് കത്തുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? നല്ലോണം ഊതി നോക്കട്ടെ, അപ്പൊ നല്ലോണം കത്തുമായിരിക്കും. ചിങ്കൻ സാർ, എന്റെ ചങ്ക, എന്റെ ബ്രോ പത്ലു കത്രിക എടുത്തിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ചെയറിൽ ഇരിക്കാൻ പറ്റും. എന്റെ അമ്മോ, എന്റെ പാന്റ് കത്തിപ്പോയി. പത്ലു, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നീ എന്താണ് ചെയ്തത്? അതെ, നമുക്ക് ഉദ്ഘാടന ചടങ്ങ് വേഗം നടത്താം. ചിങ്കം സാറ് തിരിച്ചു വന്നോണ്ടല്ലോ, ആരും വെറുതെ വിടില്ലാട്ടാ. മോട്ടു പത്ലു എപ്പോഴും എന്റെ വഴി തടയാൻ വരികയാണ്. ഇപ്പോൾ ഞാൻ നോക്കട്ടെ അവരുടെ ദാബ എങ്ങനെ ശരിക്കും പോകുമെന്ന്. ഹലോ, മോട്ടു പത്ലയുടെ ധാബയാണ്. ഹലോ, എനിക്കൊരു ഓർഡർ ഉണ്ട്. മോട്ടു ഹോം ഡെലിവറി ആണ്. ഒരു മുറുകു മസാല, ഒരു ചിക്കൻ ടിക്ക, ഒരു മട്ടൻ കബാബ്, പിന്നെ ഒരു തന്തൂരി ചിക്കൻ, 10 ചപ്പാത്തി. ഇതെല്ലാം റെഡിയാക്കണം. വേഗം ആയിക്കോട്ടെ. മോട്ടു, ഇതാ പാർസൽ പിടിച്ചോ. ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. പത്ലു, നമ്മളല്ലേ ഇത്രയും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കഴിച്ചു നോക്കിക്കോട്ടെ. എന്തേ? ഒരിക്കലും ചെയ്യരുത് മോട്ടു. കസ്റ്റമറിന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം നീ ഒരിക്കലും കഴിക്കരുത്, മനസ്സിലായോ? ഭക്ഷണത്തിനെ കുറിച്ച് എന്തിനാ ഇപ്പൊ പറയുന്നത്? ഇത് ഞാൻ നിനക്ക് തരുന്ന ഒരു വാർണിംഗ് ആണ്. അതായത് ഒരു വ്യാപാരിയും അദ്ദേഹം ഉണ്ടാക്കുന്ന സാധനം സ്വയം ഉപയോഗിക്കാറില്ല. അതാണ് നിയമം. ഇനി വേഗം ചെന്ന് പാർസൽ ഡെലിവറി ചെയ്തിട്ട് വാ. വേഗം പൊയ്ക്കോ, പോ. പാവ മോട്ടു, ഫുഡ് അവന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അവനെ കൊണ്ട് ഡെലിവറി കൊടുക്കാനാകൂ. ബോസ്, ഇതുവരെ നിങ്ങളുടെ പ്ലാൻ ഞങ്ങളോട് പറഞ്ഞേ ഇല്ലല്ലോ. പറയാൻ ഇതിൽ എന്തുണ്ട്? കണ്ടല്ലോ എന്റെ റോബോട്ടിക് ഡോഗ് ആൻഡ് കിറ്റി. ഇനി നമ്മൾക്ക് വേണ്ടി ഇത് രണ്ടും മസാല ഫുഡ് നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് തരും. അതിനുശേഷം നമ്മൾ കഴിച്ച് എൻജോയ് ചെയ്യേണ്ടത് തന്നെ ബാക്കി. അതെ, പൊയ്ക്കോ. നിങ്ങൾ എന്തിനാ എന്റെ പുറകിൽ വരുന്നത്? അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്റെ പുറകിൽ വരാതെ. ഇനി നിങ്ങളെ രണ്ടുപേരും എന്ത് ചെയ്യാൻ പോവാ? മറ്റുള്ളവരുടെ ഭക്ഷണം പിടിച്ചു മേടിച്ച് കഴിക്കുന്നത് മഹാപാപമാണ്. പൊയ്ക്കോ ഇവിടുന്ന് പോവാൻ. ഒന്ന് പോ പൂച്ച. എന്റെ ആദ്യത്തെ ഡെലിവറി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? പൊയ്ക്കോ. അയ്യോ, അവിടെ നിൽക്കേ. എന്റെ ഭക്ഷണം കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിൽക്കൂ. അല്ല, ഈ ഡോഗ് എവിടേക്കാ പോയത്? ചെന്ന് വേഗം പത്ലുവിനോട് പറയാം. പത്ലു, എന്താ ഡെലിവർ ചെയ്തോ? എന്നാ വേഗം വന്ന് എന്നെ ഒന്ന് സഹായിക്കേ. വാ പത്ലു, ആ ഡെലിവറി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ വഴിയിൽ വെച്ച് വലിയൊരു പട്ടിയും പിന്നെ ഒരു പൂച്ചയും എന്റെ പുറകിൽ വന്ന് എന്റെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ അവന്മാർ അടിച്ചു മാറ്റി കൊണ്ടുപോയി. പത്ലു, എങ്ങോട്ടാ പോയെന്ന് അറിയില്ല പത്ലു. മോട്ടു, നിനക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നിന്നെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ നീ എല്ലാ ഭക്ഷണവും കഴിച്ചു തീർത്തു. എന്നിട്ട് പട്ടിയുടെയും പൂച്ചയുടെയും പേര് പറയാ. അതല്ലേ സത്യം? മോട്ടു, ഇത് വളരെ തെറ്റായ കാര്യമാണ്. ഇല്ല പത്ലു, എന്നെ വിശ്വസിക്കൂ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. സത്യം.
മോട്ടു സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി അടുത്ത തവണ ഇങ്ങനെ ഒന്നും സംഭവിക്കരുത്, മനസ്സിലായോ? ഞാനിപ്പോ പോയി ഒരിക്കൽ കൂടെ ഭക്ഷണം ഉണ്ടാക്കാം. വേഗം വാ മോട്ടു. ഹലോ, ഞാൻ 1 മണിക്കൂറിന് മുന്നേ ഓർഡർ കൊടുത്തതാണ്, പക്ഷെ എനിക്ക് ഇനിയും ഫുഡ് എത്തിയിട്ടില്ല. നിങ്ങൾ എന്ത് ദാബയാണ് ഈ നടത്തുന്നത്? സോറി സർ, നിങ്ങളുടെ പാർസൽ ഇവിടുന്ന് പുറത്തേക്ക് പോയി. പക്ഷെ വഴിയിൽ വെച്ചൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ പാർസൽ ഞങ്ങൾ വീണ്ടും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിൽ നിങ്ങൾക്ക് പാർസൽ കിട്ടും സർ. ഓക്കെ അല്ലേ സർ? സോറി സർ. മോട്ടു, ഇതാ പാർസൽ. പിന്നെ കേക്ക്, ഈ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്നാ വേഗം പോ, വേഗം പോ. അയ്യോ ഇല്ല, ആ ഡോഗി വീണ്ടും വന്നല്ലോ. ഇനി ഞാൻ തയ്യാറാവുന്നതായിരിക്കും ബുദ്ധി. അല്ല, ഇവറ്റകള് സ്കേറ്റിംഗ് ചെയ്യുവാണല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എടാ, നിങ്ങളൊക്കെ സർക്കസിൽ നിന്ന് വന്നതാണോ? എന്നെ പുറകെ നിന്ന് പോയിത്താണോ? ഇല്ല, അതിങ്ങോട്ട് താ, ഇങ്ങോട്ട് താ. ഞാൻ പത്ലൂരോട് പോയി എന്താ പറയാ? പാവം ആ മോട്ടുവിനെ കൊണ്ട് അവന്റെ ആദ്യത്തെ പാർസൽ പോലും ശരിക്കും അയക്കാൻ പറ്റാതെ പെട്ടിരിക്കാനല്ലോ. ഇനി ഈശ്വരൻ വിചാരിച്ചാലും അവരുടെ ആ ദാബയെ രക്ഷിക്കാനാവില്ല. പത്ലു, എന്റെ പാർസൽ. പാർസൽ? അതേ മോട്ടു, പാർസൽ ഇപ്രാവശ്യം എന്താണ് പറ്റിയത്? വീണ്ടും ആ ഡോഗിയും പൂച്ച എന്റെ പുറകിൽ വന്നു. എന്നിട്ട് എന്റെ പാർസൽ പഠിച്ചു മാറ്റി കൊണ്ടുപോയി. അതേ മോട്ടു, നിനക്ക് വിശപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാമായിരുന്നല്ലോ. നീ എന്തിനാ കള്ളം പറയുന്നത്? പത്ലു, എന്നെ വിശ്വസിക്കൂ, ഞാൻ കള്ളം പറയുമല്ല. ഞാൻ സ്കേറ്റ് ബോർഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അവറ്റകള് സ്കേറ്റ് ബോർഡിൽ വന്ന് എന്റെ കയ്യിലുള്ള പാർസലൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. മോട്ടു, നീ എന്തൊക്കെയായി പറയുന്നത്? ആ ഡോഗിയും കിറ്റിയും നിന്നെ മാത്രം കാത്തിരിക്കുകയാണെന്നാണോ നീ പറയുന്നത്? ഇപ്പൊ തന്നെ ഞാൻ ഡോക്ടർ ഝട്കയെ വിളിക്കാം. എന്നിട്ട് ഞാൻ ചോദിക്കാം, ആനിമൽസിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോന്ന്. എല്ലാം ഒറ്റയ്ക്ക് കഴിക്കാൻ പോകണോ? ഞങ്ങൾക്ക് കൂടി എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പാടില്ലേ? ശരി ശരി, നിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫിഷ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യാം. ഹലോ, ഞാനൊരു ഓർഡർ കൊടുക്കണം, നോട്ട് ചെയ്യാമോ? ഫിഷ് കറി, ഫിഷ് ടിക്ക, ഫിഷ് കബാബ്. വേഗം കൊണ്ടുവരൂ, വേഗം. ശരി സർ. മോട്ടു, വേഗം ജോലി തുടങ്ങിക്കോ. ചേട്ടാ, പത്ലു എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ സംഭവിച്ചെന്ന് പറ. എന്തിനാ എന്നെ വിളിച്ചത്? പറ. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് അനിമൽ ബിഹേവിയറിനെ പോലെ ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇതിൽ വേറെ എന്തോ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ പാക്കറ്റ് കൊണ്ടുപോവാം. മോട്ടു, നീയും കസീട്ടാറാമും എന്നെ കുറച്ച് ദൂരെ നിന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഡോക്ടർ ഝട്ക, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ ചിങ്കം സാറിനെ വിളിച്ച കാര്യവും പറയണം. ഇന്ന് ഈ ഡോഗിയും കിറ്റിയും ഞാൻ പിടിച്ചിരിക്കും. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്രാവശ്യം പത്ലുവാണോ വന്നിരിക്കുന്നത്? ഒന്നും പ്രശ്നമില്ല. ഡോഗി, കിറ്റി, നിങ്ങളുടെ ജോലി തുടങ്ങൂ. ഓ, മോട്ടു പറഞ്ഞത് ശരിയാണ്. ഇവര് രണ്ടുപേരും എനിക്ക് വേണ്ടി കാത്തിരുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ കൂട്ടുകാരനെ വിടൂ. ജോൺ, അപ്പൊ ഇതിന്റെ പുറകിൽ നീ ആയിരുന്നോ? എന്താ നോക്കുന്നത്? പോയി അവർ രണ്ടുപേരെയും കടിക്ക്. മോട്ടു നോക്ക്, ജോൺ അവര് രണ്ടുപേരും റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓടിച്ചല്ലോ മമ്മി, രക്ഷിക്കണേ, രക്ഷിക്കണേ, ചിങ്കം സാർ.
I am arrived. Hey, the name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. എന്റെ അമ്മോ, സ്റ്റോപ്പ് in the name of law. ഇന്ത്യൻ നിയമമാണ് സത്യം. എന്നെ കടിക്കല്ലേ. ഇപ്പൊ നീ എന്താ ചെയ്ത് കാണട്ടെ. നിങ്ങളെ ഞാൻ ജയിലിൽ വെച്ച് നോക്കാം. ടാറ്റാ, ബൈ ബൈ. അയ്യോ, ഓടടാ, വേഗം ഓടടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.